everyone, welcome to my new video. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ 10 things we must learn from actor സൂര്യ. നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് സൂര്യ ഫാൻസ് ഉണ്ടാവും അല്ലേ? തമിഴ് സിനിമ ആക്ടർ, തമിഴ് ഫിലിം ആക്ടർ സൂര്യ ശിവകുമാർ. ഞാനും അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. എനിക്ക് ചെറുപ്പം മുതലേ സൂര്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സൂര്യനെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആവാൻ താല്പര്യമുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞല്ലോ, സൂര്യ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ലൈഫിൽ നിന്നും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ആണ് ഈ പറഞ്ഞ സൂര്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളാണ് സൂര്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നും നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറച്ച് പോയിന്റ്സ് നമുക്ക് ഈ പറഞ്ഞ സൂര്യയുടെ ലൈഫിൽ നിന്നും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. Surya was born in July 23, 1975 in Chennai. സൂര്യ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിൻ്റെ ഫാദർ തമിഴിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്നു. അപ്പം മാത്രമല്ല നമുക്കറിയാം സൂര്യ, അദ്ദേഹത്തിൻ്റെ ബ്രദർ കാർത്തി ഈസ് ഓൾസോ തമിഴിലെ ഒരു ഫേമസ് ആക്ടറാണ്. അങ്ങനെ ഫാമിലിയിലെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു ഫാമിലി തന്നെയാണ് ജനിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ, ഫാദർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം പ്രൊഡ്യൂസർ ആക്ടറൊക്കെയാണ്. എന്നിരുന്നാൽ പോലും സൂര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് സിനിമയിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല വളരെ ചെറിയ പ്രായത്തിൽ വളരെ ഷൈ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. അതിൽ നിന്നൊക്കെ മാറിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇത്രയും വലിയ ഒരുപാട് ആരാധകരൊക്കെയുള്ള വലിയൊരു അഭിനേതാവായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കൂളിങ്ങിന് ശേഷം കൊമേഴ്സിൽ ഒരു ഡിഗ്രി എടുത്തു. അതിനുശേഷം സൂര്യ ചെയ്തത് ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. 3 വർഷം വർക്ക് ചെയ്തു. അതിൻ്റെ റീസൺ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാദറിന് ഒരിക്കലും തൻ്റെ മകൻ തൻ്റെ അണ്ടറിലാവണം, തൻ്റെ അണ്ടറിൽ ജീവിക്കണം, തൻ്റെ ഫെയിമും പൈസയും ഒന്നും കൊണ്ട് എൻ്റെ മകൻ ആവരുത്, ജീവിക്കരുത്, അവൻ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ നമ്മുടെ ഫേവറേറ്റ് ആക്ടർ സൂര്യ സ്വന്തം ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ജോലി അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തത്. മാത്രമല്ല അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് സൂര്യ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് വെറും 1000 രൂപയായിരുന്നു. SS ഗാർമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിലാണ് സൂര്യ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കലും മറ്റുള്ളവരുടെ സഹതാപത്തിന് വേണ്ടി ജീവിക്കരുത്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്, സ്വന്തം കാലിൽ ജീവിക്കാൻ വേണ്ടി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ആണെന്ന് തോന്നുന്നു അദ്ദേഹം ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ തൻ്റെ ഫാദറിൻ്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും ആ ഒരു കമ്പനിയിൽ ആരുമായിട്ടും ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറയുന്നത് വെറും 1000 രൂപ മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സാലറി കൊണ്ട് അദ്ദേഹം തൻ്റെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുത്തു എന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഇത്രയും വലിയൊരു ആക്ടറായിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ അമ്മ ആ സാരി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സൂര്യയുടെ പല ഇന്റർവ്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ ഒരു വലിയ ആക്ടർ ആവണം എന്നൊന്നും ആയിരുന്നില്ല ആഗ്രഹം. അദ്ദേഹത്തിന്റെ ശരിക്കും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം ഒരു പോലീസ് ഓഫീസർ ആവണം എന്നായിരുന്നു. അതിനുവേണ്ടി 1997 അദ്ദേഹം UPSCയുടെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുകയും പക്ഷെ പിന്നീട് അത് ഫെയിൽ ആവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് 20ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ആസൈ എന്ന് പറയുന്ന സിനിമയിലേക്ക് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ആ ഒരു കോണ്ടാക്ട്സ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടുകയാണ്. ആ മൂവിയിലേക്ക് ഒരു ഓഫർ വരികയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് സിനിമ എന്ന് പറയുന്നത് തൻ്റെ മുന്നിലേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഓഫർ നിരസിക്കുകയാണ്. പക്ഷെ 2 വർഷങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയും തനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു മോഹം വരികയും ചെയ്തു.
അങ്ങനെ സിനിമയിലേക്ക് എത്തുകയാണ്. പക്ഷെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറച്ച് അകലെയായിരുന്നു. കാരണം അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം വളരെ ഫ്ലോപ്പായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് പിന്നീടുണ്ടായത്. 1997 ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളായ മണിരത്നത്തിന്റെ ഫിലിമിൽ അദ്ദേഹം അഭിനയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയാണ് നേർക്കു നേർ എന്ന് പറയുന്ന മൂവിയിൽ സൂര്യ അഭിനയിക്കുകയാണ്. പക്ഷെ ആ മൂവി പ്രതീക്ഷിച്ചതുപോലെ ഹിറ്റായില്ല. മാത്രമല്ല അത് വളരെ പരാജയപ്പെട്ട ഒരു സിനിമയായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒരു സ്ട്രിങ് ഓഫ് ഫ്ലോപ്സ് മൂവി ആയിരുന്നു സൂര്യ എന്ന് പറയുന്ന നടന്റെ കരിയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് മൂവീസ് ചെയ്തു, പക്ഷെ അതെല്ലാം വളരെ ഫ്ലോപ്പ് ആയി പോവുകയാണ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവീസിലൊന്നും തന്നെ സൂര്യയുടെ ഫാദർ പൈസ ഒന്നും മുടക്കിയിട്ടില്ല. ഒരു കാരണം അദ്ദേഹം പറയുന്നത് തൻ്റെ കാശ് കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ പിൻബലത്തിൽ തൻ്റെ മകൻ ഒരു സ്ഥാനത്ത് എത്തരുത്, അവൻ തൻ്റെ സ്വന്തം കാൽ വെച്ച് തൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു പൊസിഷനിൽ എത്തണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാണ് സൂര്യ പറയുന്നത്. പക്ഷെ തൻ്റെ തുടരെയുള്ള പരാജയങ്ങളിലൊന്നും തളരാതെ സൂര്യ തൻ്റെ ഹാർഡ് വർക്കിലൂടെ, കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിലൂടെ വീണ്ടും സിനിമയിൽ സജീവമാകാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഒടുവിൽ 2001 റിലീസായ നന്ദ എന്ന് പറയുന്ന സൂര്യ നായകനായ മൂവി സൂപ്പർ ഹിറ്റ് ആവുകയും ഒരുപാട് പേര് സൂര്യ എന്ന് പറയുന്ന നടനെ തിരിച്ചറിയുകയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനും തുടങ്ങി. അപ്പോൾ സൂര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തനിക്ക് അഭിനയിക്കാൻ തീരെ വശമില്ലായിരുന്നു, തനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ഒന്നും പറ്റുന്നില്ലായിരുന്നു, തൻ്റെ കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ ലോ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു മെന്ററായിട്ട് കണ്ടിരുന്ന, അല്ലെങ്കിൽ സൂര്യക്ക് വേണ്ടിയിരുന്ന മോട്ടിവേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അദ്ദേഹത്തിൽ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത മറ്റൊരാളുണ്ട്. തമിഴ് സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ എന്ന് പറയാവുന്ന ഒരാളാണ് രഘുവരൻ എന്ന് പറയുന്ന നടനാണ്. ആ വ്യക്തിയാണ്, അദ്ദേഹമാണ് സൂര്യ എന്ന് പറയുന്ന നടനിലെ ആ വ്യക്തിയിലെ നടനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സൂര്യയെ മെന്റർ ചെയ്തത്, അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്തത് എന്ന് സൂര്യ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 2001 റിലീസ് ചെയ്ത സൂര്യയുടെ നന്ദ എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഹിറ്റ് ആവുകയാണ് ചെയ്തത്. മാത്രമല്ല ആ സിനിമയിലെ പെർഫോമൻസിന് തമിഴ്നാട് സർക്കാരിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് സൂര്യ കരസ്ഥമാക്കുകയും ചെയ്തു. അപ്പൊ അതിലൂടെ ആ ഒരു നടനെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. മാത്രമല്ല ആ സെയിം ടൈമിലാണ് അദ്ദേഹം ഒരു ലവ് അഫെയറിലേക്ക് വരികയും തന്റെ ജീവിത സഖിയെ, തന്റെ എക്കാലത്തെയും ഫേവറേറ്റ് കോ സ്റ്റാറും അതേപോലെ തന്നെ ഫ്രണ്ടുമായിട്ടുള്ള ജ്യോതികയെ അദ്ദേഹം തന്റെ ലൈഫിലേക്ക് സ്വീകരിക്കുന്നതും ആ ഒരു സമയമാണ്. പിന്നീട് 8 വർഷം അവർ ഡേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നീട് അവർ മാരേജ് ഒക്കെ ചെയ്യുകയായിരുന്നു. അപ്പൊ ആ ഒരു സമയം മുതലാണ് സൂര്യ എന്ന് പറയുന്ന വ്യക്തിയുടെയും ഒരു നടന്റെയും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത കാക്ക കാക്ക എന്ന് പറയുന്നത്, പോലീസ് എന്ന് പറയുന്ന ആ ഒരു മൂവിയിലും ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയാണ്. അപ്പൊ ആ മൂവിയും ഇവരുടെ ലവ് സ്റ്റോറി പോലെ തന്നെ വളരെ ഹിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മൂവിയൊക്കെയാണ് ഇന്നത്തെ സൂര്യ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത കുറച്ച് മൂവീസ് ഉണ്ട്. അതിൽ ഒന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂവീസിൽ ഒന്നാണ് ഈ പറഞ്ഞ കാക്ക കാക്ക പോലീസ് എന്ന് പറയുന്ന ആ ഒരു മൂവി. പിന്നീട് 2006 സൂര്യ ജ്യോതിക മാരേജ് നടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ആ ഒരു മാരേജിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തോ കാസ്റ്റ് ഇഷ്യൂ അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ സൂര്യക്ക് ജ്യോതികയോടുള്ള ആ ഒരു പ്രണയത്തിന്റെ മുന്നിൽ എല്ലാവരും തോറ്റുപോവുകയും അവസാനം എല്ലാവരും സൂര്യയെ പോലെ തന്നെ ജ്യോതികയും ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും അങ്ങനെയാണ് ആ ഒരു വിവാഹം നടന്നത്. പിന്നീട് അങ്ങോട്ട് സൂര്യ എന്ന് പറയുന്ന നടന് നേട്ടങ്ങളുടെ സമയമായിരുന്നു. 2003 അദ്ദേഹം പിതാമഹൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ്. അപ്പൊ ആ ഒരു മൂവിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം ഫെയർ കിട്ടുകയാണ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള ഫിലിം ഫെയർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. പിന്നീട് 2005 റിലീസാവുന്ന ഗജനി എന്ന് പറയുന്ന മൂവിയിലൂടെയാണ് സൂര്യ എന്ന് പറയുന്ന ആ ഒരു നടനെ ഇത്രയും ഹ്യൂജ് ഫാൻസ് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ്, ആ ഒരു സ്റ്റോറി, പിന്നീടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റോറി സെലക്ഷൻ, അതൊക്കെ വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഈ ഗജനി എന്ന് പറയുന്ന മൂവിയിലൂടെയാണ് സൂര്യക്ക് ഇത്രയും ഫാൻസ് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ സൂര്യയുടെ ഒരു ഡൈ ഹാർഡ് ഫാൻ ആവാൻ കാരണമായിട്ടുള്ള മൂവിയാണ് ഗജനി എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഒരു മൂവി ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്.
പിന്നീട് ആ ഒരു മൂവി ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യുകയും അമീർ ഖാൻ നായകനായിട്ട് ആ മൂവി ബോളിവുഡിൽ റിലീസ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ 2008 വാരണമായിരം എന്ന് പറയുന്ന മൂവി അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ അങ്ങേ അറ്റമൊക്കെ നമ്മൾ കണ്ട കുറച്ച് സിനിമകളിലൊന്നാണ് വാരണമായിരം ഒക്കെ. അപ്പം സൂര്യ എന്ന് പറയുന്ന ആക്ടറിന് ഒരു ആക്ട് ചെയ്യാനുള്ള സംഭവം സിനിമയിലുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ മൂവി എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആക്ടിങ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് പുറത്തേക്ക് വന്ന് നമ്മളെല്ലാവരും അദ്ദേഹത്തിലെ ആക്ടറിനെ കണ്ട കുറേ കാലങ്ങളാണ് പിന്നീടും ആ ഒരു സമയം മുതലൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഹിറ്റ് മൂവി മുതൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് സുരറൈ പോട്ടർ, അതുപോലെ തന്നെ ജയ് ഭീം എന്നീ സിനിമകളിലൂടെയൊക്കെ സൂര്യ എന്ന് പറയുന്ന നടനെ നമ്മൾ ശരിക്കും കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വളരെ നോട്ടിസബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് മൂവീസ് ആണ് ആ പറഞ്ഞതൊക്കെ. പിന്നീട് ഒരുപാട് ക്യാരക്ടേഴ്സ് ആയിട്ട് പല മൂവീസിലും പല ക്യാരക്ടേഴ്സിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സൂര്യയെ. അതുപോലെ തന്നെ 2022 തമിഴ് സിനിമയിൽ നിന്ന് ഓസ്കാർ കമ്മിറ്റിയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയിലേക്ക് എത്തുന്ന ഫസ്റ്റ് തമിഴ് നടനായിട്ട് സൂര്യ മാറുകയാണ്. ഒരു നടൻ എന്നതിനപ്പുറം ഒരു നല്ല മനുഷ്യനായിട്ട് സൂര്യ എന്ന് പറയുന്ന ആളുടെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ അദ്ദേഹം സ്വന്തം വോയിസ് ഉയർത്തി ഇടപെട്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ മെഡിക്കൽ എൻട്രൻസ് എക്സാം കുറച്ചും കൂടി ഇക്വിറ്റബിൾ ആക്കണം എന്നുള്ള ആവശ്യമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേരിലുള്ള, അതുപോലെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ എയ്ഡും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്കയിലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, അവശതകൾ അനുഭവിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു കൈത്താങ്ങായിട്ട് സൂര്യ എന്ന് പറയുന്ന മനുഷ്യൻ മുന്നോട്ട് വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡും അദ്ദേഹത്തിന്റെ ഒരു കൈകളും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളെ പോലും നേടാൻ തക്ക വിധം ആ ഒരു മനുഷ്യൻ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി പറയാനുള്ള ഒരു പ്ലസ് പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അദ്ദേഹം ലഹരിക്കെതിരാണ്. അദ്ദേഹത്തിന്റെ പല മൂവിയിൽ, ഇപ്പൊ വാരണമായിരം പോലുള്ള മൂവിയിലൊക്കെ അദ്ദേഹം ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ലഹരി യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ അദ്ദേഹം നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ബിയറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹം നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ബിയറാണ് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ റിയൽ ലൈഫിലും ഒരു നല്ല ഹീറോ എങ്ങനെയായിരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ കണക്കെടുക്കാൻ നമുക്ക് ഈ സമയമൊന്നും പോരാ. ഫോബ്സിന്റെ സെലിബ്രിറ്റി 100 ലിസ്റ്റിൽ 6 തവണ വന്നിട്ടുള്ള ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആക്ടറാണ് സൂര്യ എന്ന് പറയുന്നത്. വളരെ കുറച്ച് പേർക്ക് മാത്രം ലഭിക്കുന്ന, അല്ലെങ്കിൽ അപൂർവമായിട്ട് ഒരു ആക്ടറിന് ലഭിക്കുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു സൗഭാഗ്യമാണ് ഇതൊക്കെ. അതെല്ലാം കൈവരിച്ചിട്ടുള്ള ലക്കി എന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറും നല്ലൊരു മനുഷ്യനും കൂടിയാണ്. മാത്രമല്ല സേവ് ടൈഗർ ക്യാമ്പയിൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റും കൂടിയായിരുന്നു സൂര്യ. അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകുകയും മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തിട്ടുള്ള, മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ജീവനുള്ള മൃഗങ്ങൾക്കും പ്രകൃതിക്കും വേണ്ടിയിട്ടും ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. സിനിമയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് കാലമൊക്കെ ഇത്രയും മാറിയിട്ടും ഒരു റോള്, അത് ക്ലാസ് ആയാലും മാസ് ആയാലും സൂര്യയെ പോലെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പം അദ്ദേഹത്തിന്റെ പല സിനിമയിലും അദ്ദേഹത്തിന്റെ 6 പാക്ക് നമുക്ക് കാണാൻ പറ്റും അല്ലെ. വാരണമായിരം മൂവിയിൽ അദ്ദേഹത്തിന്റെ 6 പാക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു 6 പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഡയറ്റ് എന്താണെന്നൊക്കെ നമുക്കിപ്പം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ ആ ഒരു വെയിറ്റ് ലോസ് അല്ലല്ലോ, 6 പാക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു സമയത്തെ ഡയറ്റ് മാത്രം പറയാം. എനിക്ക് കിട്ടിയ ഒരു ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് മീൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ആയിരുന്നു. ആ ഒരു ഡ്രിങ്ക് കുടിച്ചതിന് ശേഷമാണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ഡ്രിങ്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കഫെയിൻ ആണ്. കഫെയിൻ എന്തിനാണ് അതിലൊരുപാട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഫെയിൻ എന്ന് പറയുന്ന സാധനം അവർ ഉറക്കം എഴുന്നേറ്റിട്ടാണ് ഈ ഒരു എക്സസൈസിന് പോകുന്നത്. അപ്പം ക്ഷീണമൊക്കെ മാറ്റാനും ഉറക്കമൊക്കെ മാറ്റി നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഉന്മേഷത്തോടെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ എക്സസൈസിന് ശേഷം വേ പ്രോട്ടീൻ ആണ്. വേ പ്രോട്ടീൻ്റെ ഒരു ഡ്രിങ്ക് പിന്നെ അദ്ദേഹം കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ ഒരു 15 എഗ് വൈറ്റ്സും
ഒരു ബ്രൗൺ ബ്രെഡുമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഒരു മിഡ് ഡേ മീലിന്റെ ആ ഒരു ടൈമൊക്കെ ആകുമ്പം അദ്ദേഹം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇങ്ങനെയുള്ള മാക്രോ ന്യൂട്രിയൻസ് ഉള്ള ഫുഡായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാർജ് എമൗണ്ട് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ്. ഇപ്പം അദ്ദേഹത്തിന്റെ ഡയറ്റിന്റെ കേസിൽ മോസ്റ്റ്ലി വാട്ടർമെലോൺ ഒക്കെ ആയിരുന്നു കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ടർമെലോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, എസ്പെഷ്യലി വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ അത് സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അതിൽ കാലറി വളരെ കുറവാണ്. ലഞ്ചിനും ഡിന്നറിനും കഴിച്ചുകൊണ്ടിരുന്നത് തന്തൂരി ചിക്കനാണ്. അതായത് ഓയിൽ വളരെ കുറവായിരിക്കും. തന്തൂരി ചിക്കനിൽ ബ്രസ്റ്റിന്റെ പീസ് ആയിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചപ്പാത്തി, 1 ചപ്പാത്തി, പിന്നെ ലോട്ട് ഓഫ് വെജിറ്റബിൾസ്, റോ വെജിറ്റബിൾസ്, സാലഡ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആയിരുന്നു അദ്ദേഹം ആ ഒരു ടൈമിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം മേ ബി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഹെൽത്തിന്റെ ഒരു എന്താ പറയുന്നത്, എക്സസൈസിന്റെ ഒക്കെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറ്റ് ഒക്കെ ആയിരിക്കണം. അപ്പൊ സൂര്യ എന്ന് പറയുന്ന ആ ഒരു നടന്റെ വളർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് സൂര്യ എന്ന് പറയുന്ന നടനിൽ നിന്നും പഠിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നുമൊക്കെ ഇൻസ്പയർ ആകാൻ പറ്റുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബി ഇൻഡിപെൻഡന്റ് ആവുക. നമ്മൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ കീഴിലോ അച്ഛന്റെ ഇൻഫ്ലുവൻസ് വഴിയോ താൻ ഒരാളാവാൻ പാടില്ല. സ്വന്തം കഠിനാധ്വാനം വഴിയാവണം തൻ്റെ ഒരു സ്ഥാനം സമൂഹത്തിലും തൻ്റെ കരിയറിലും തന്നെ ഉറപ്പിക്കാനെന്ന്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, അതുപോലെ എന്ത് കാര്യത്തിലും നമ്മളും ഇതുപോലെ ഇമോഷണലി പോലും, ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസിന്റെ കീ വേറൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക, അതിനും നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. സൂര്യ എന്ന് പറയുന്ന നടനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാണ് ഡോണ്ട് ബി ഷൈ അറ്റ് ഡൂയിങ് എനി ജോബ്. നമുക്കറിയാം എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് എന്ന് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലർക്കും അവരുദ്ദേശിക്കുന്നതിൽ താഴ്ന്ന ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പം അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെയൊക്കെ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളൊരു സംഗതി തന്നെയാണ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മണി ക്രിയേഷൻ ഒരു ഏജിൽ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഏണിങ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളിൽ ഏർപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ഒരു ഡിഗ്നിറ്റിയും അവിടെ നഷ്ടപ്പെടുന്നില്ല. നമ്മൾ അവിടെ സെൽഫ് സഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡിഗ്നിറ്റി അവിടെ കൂടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോലിയും അതിൻ്റെതായ കമ്പാരിസൺ എന്ന് പറയുന്ന സംഭവം വേണ്ടാതെ വെച്ചിട്ട് നമ്മൾ അവിടേക്ക് ഇറങ്ങി ചെന്ന് നമ്മളുടെ പേർപ്പസ് എന്താണോ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ ആ ജോലിയെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. മാത്രമല്ല നമുക്ക് ഗോൾസ് ഉണ്ടാവണം, ഹയർ ഗോൾസ് ഉണ്ടാവണം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ഗോൾസിലേക്ക് നമുക്ക് എത്തിപ്പെടാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എന്ത് ജോലി ചെയ്യാനും നമ്മൾ സന്നദ്ധരായിരിക്കുക. മൂന്നാമത്തെ പോയിന്റ്, വി ഷുഡ് ഹാവ് ഗോൾസ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. സൂര്യ എന്ന് പറയുന്ന നടനെ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പോലീസ് ഓഫീസർ ആവണം എന്നായിരുന്നു. പക്ഷെ എക്സാമിൽ അദ്ദേഹം ഫെയിലായി. ദെൻ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു കമ്പനിയിൽ ഒരു അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. അവിടെ നിന്നിട്ട് അദ്ദേഹം സിനിമ എന്ന് പറയുന്ന അടുത്ത ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. അവിടുത്തെ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു ഒരു വലിയ ആക്ടർ ആവണമെന്ന്. അദ്ദേഹം അത് നേടിയെടുത്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വലിയ പ്രൊഡ്യൂസർ ആവണമെന്ന്. ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കും എന്തുണ്ടാവണം? നമുക്കും ഗോൾസ് ഉണ്ടാവണം. നമുക്ക് ഗോൾസ് ഉള്ളപ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ള പ്രചോദനം കിട്ടുന്നത്. അതൊക്കെയാണ് നമ്മുടെ ശരിക്കുമുള്ള ത്രൈവിംഗ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഗോൾ എന്ന് ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുക. സൂര്യ എന്ന് പറയുന്ന നടനിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ഒരു ക്വാളിറ്റിയാണ് ഹാവ് എ ബേണിംഗ് ഡിസയർ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടാവണം. എന്തിനാണ്? യെസ്, നമുക്കൊരു ഗോൾ ഉണ്ടാവണം എന്ന് പറയില്ല. ഒരു ഗോളല്ല, ഒന്നിലധികം ഗോൾസ് വേണം. പക്ഷേ കരിയർ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ ഉണ്ടാവണം. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതാണ് ഈ പറഞ്ഞ ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്.
അല്ലാണ്ട് ഗോളൊക്കെ സെറ്റ് ചെയ്തു, എനിക്കൊരു ഗോളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നടന്നോളും, അതിൻ്റെ വഴിക്ക് സമയമാകുമ്പോൾ എല്ലാം നടന്നോളും. ഇത് റോങ് ആണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആ ഒരു ഡിസയറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് എത്താൻ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. സൂര്യ എന്ന് പറയുന്ന നടൻ നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേറ്റർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ക്വാളിറ്റിയാണ് ടേൺ യുവർ പെയിൻ ഇൻ ടു പവർ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോട്ടായിട്ട് തോന്നും അല്ലേ? ഇപ്പൊ സൂര്യ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അദ്ദേഹം തന്റെ വേദനകളെ, തന്റെ പെയിൻസിനെ എല്ലാം പവറാക്കി മാറ്റിയ വ്യക്തിയാണ്. ആ പെയിൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് പരാജയ ചിത്രങ്ങൾ വന്നപ്പോഴും അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം ആ ഒരു സമയത്ത് വർക്ക് ചെയ്തു. സോ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ഹാർഡ് ഇൻ സൈലൻസ് ആണ്. അപ്പം ഇത് ഞാൻ ഒരുമിച്ച് പറയാൻ കാരണം, നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമാണ്. എത്ര വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കിക്ക്, അവരുടെ ബിഗിനിങ്ങിൽ അവർക്ക് പരാജയങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ അവരുടെ ആ ഒരു സക്സസ്ഫുൾ സ്റ്റേജിൽ പോലും പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ അടിപ്പത്തറാതെ നമ്മൾ വർക്ക് ചെയ്യുക. അവിടെ നമ്മളെ എല്ലാവരും പുച്ഛിച്ചോട്ടെ, നമ്മളെ കളിയാക്കിക്കോട്ടെ, നമ്മളെ തള്ളി പറഞ്ഞോട്ടെ, ഒരാൾ പോലും നമ്മുടെ കൂടെ ഇല്ല എന്ന് വിചാരിച്ചോട്ടെ, നമ്മൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ അവിടെ ഒച്ച ഉയർത്താനൊന്നും പോകുന്ന വേണ്ട. നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. നമ്മളെ തേടി വിജയം വന്നിരിക്കും. ഇന്ന് നമ്മളെ കളിയാക്കുന്നവർ നാളെ നമുക്ക് വേണ്ടി കൈയടിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ സംഭവം തന്നെ സംഭവിക്കും. ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ സൂര്യ എന്ന് പറയുന്ന നടന്റെ വിജയം. സൂര്യ എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ക്വാളിറ്റിയാണ് കെയർ യുവർ ബോഡി ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ്. അതായത് ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അവൻ്റെ വെൽത്ത് എന്ന് പറയുന്നത്, ഫിസിക്കൽ വെൽത്ത് എന്ന് പറയുന്നത് അല്ലെ? അപ്പം നമ്മുടെ ശരീരം ഹാപ്പി ആയിരിക്കണം. നമ്മുടെ ശരീരം ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ നമ്മുടെ ബോഡിയെ കെയർ ചെയ്യണം. എക്സസൈസ്, ഡയറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ വലിച്ചു വാരി കഴിച്ച് നമ്മുടെ ബോഡിയെ ഇങ്ങനെ കൊല്ലാതെ കൊന്നാൽ അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ അനങ്ങാൻ വയ്യാതാവും, നമ്മളും ഡൗൺ ആവും. സോ നമ്മുടെ ബോഡിയെ കെയർ ചെയ്യണം. സൂര്യ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഫിസിക്കൽ എക്സസൈസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇന്റർനെറ്റിൽ, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ആ വീഡിയോസ് ഒക്കെ. സോ അതൊക്കെ നമുക്ക് നോക്കാം. എത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു 6 പാക്കും ബോഡിയും ഒക്കെ റിവീൽ ചെയ്ത പല സീൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഹൈറ്റ് കുറവാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവരുടെ മുന്നിൽ ഹൈറ്റിലല്ല കാര്യം എന്ന് പറഞ്ഞ് വിജയം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല ഏതൊരു മനുഷ്യന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ സ്കിൻ ടോൺ അല്ല, ഒരാളുടെ ഹൈറ്റ് അല്ല, ഒരാളുടെ സ്കിന്നിന്റെ ക്വാളിറ്റി ഒന്നുമല്ല. നമ്മൾ എങ്ങനെയായിരിക്കുന്നു അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയായിട്ട് നടക്കുക. ഇപ്പൊ നമ്മുടെ സ്കിൻ ടോൺ ഏതും ആയിക്കോട്ടെ, നമ്മുടെ ഹൈറ്റ് എത്ര ആയിക്കോട്ടെ, നമ്മുടെ ഹെയർ എത്ര ആയിക്കോട്ടെ, നമുക്കുള്ള സാധനം ഉണ്ടല്ലോ അതിനെ നമ്മൾ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക. അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അവിടെ ഭയങ്കര പൈസയൊക്കെ ചെലവാക്കി സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനത്തെ കാര്യങ്ങളുടെ പുറകിന് പോകണം എന്നല്ല. അതിന് നിങ്ങളുടെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതൊക്കെ ചെയ്യാം. അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നമ്മുടെ ബോഡി കെയർ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അടുത്ത പോയിന്റ് ആണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ചൂസ് ദ റൈറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നമുക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്ന ആളിനെ മാത്രം ചൂസ് ചെയ്യുക. ഒരിക്കലും റോങ് പേഴ്സണെ ചൂസ് ചെയ്യാതിരിക്കുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യ ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് തന്റെ ഫേവറേറ്റ് ഹോസ്റ്റാർ, അതേപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജ്യോതികയെ അദ്ദേഹം ചൂസ് ചെയ്തത്. അപ്പോൾ അവരുടെ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻസും അവരുടെ പല നമുക്ക് ഇന്റർവ്യൂസിൽ നിന്ന് കണ്ടുള്ള അറിവുള്ളൂ. അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ആ ഒരു കപ്പിൾ ജീവിക്കുന്നത് എന്ന്. സോ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ഒരു മ്യൂച്വൽ റെസ്പെക്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മറ്റുമാണ് അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ആ ഒരു ലെവലിൽ രണ്ടുപേരും നിൽക്കാനുള്ള റീസൺ. സോ ഒരു ഹെൽത്തി ലൈഫ് വേണമെങ്കിൽ നമ്മുടെ മൈൻഡും ഹെൽത്തി ആയിരിക്കണം. അതിന് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. അല്ലാതെ നമ്മുടെ കൂടെ ഉള്ള ആൾ നമുക്കൊരു തലവേദന ആവാൻ
പാടില്ല. സോ എപ്പോഴും ഒരു റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ലെവലിന്റെ മുകളിലുള്ളവരോ നിങ്ങളുടെ ലെവലിന്റെ താഴെയുള്ളവരോ അങ്ങനെ നോക്കാതെ നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു ഫ്രണ്ട്ലി ലൈനിലുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഓക്കെ എന്ന് പറയുന്നത് മാത്രം ചൂസ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. സൂര്യ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ക്വാളിറ്റിയാണ് ബി ഹംബിൾ ആൻഡ് ഡൗൺ ടു എർത്ത്. ഇന്നും അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ആളുകൾ പറയുന്നത് അദ്ദേഹം വളരെ സിമ്പിൾ, അതുപോലെ തന്നെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ്. അതായത് നമ്മൾ എത്രത്തോളം താഴ്ന്നു അത്രത്തോളം നമ്മൾ ഉയർത്തപ്പെടും. ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ എന്തോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത് എന്താണോ അത് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ഒരാളുടെ മുന്നിൽ റൂഡായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അവരുടെ മുന്നിൽ നമ്മുടെ ഇമേജ് അങ്ങനെയായിരിക്കും. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുന്നിൽ നമുക്കൊരു ഫ്രണ്ട്ലി ഇമേജ് ആണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുടെ മുന്നിൽ ഹംബിൾ ആവുന്നു, ഹംബിളായിട്ട് അഭിനയിക്കുക എന്നുള്ളതല്ല കേട്ടോ, ജെനുവിൻ ആയിട്ട് ബിഹേവ് ചെയ്യുക. ആ ജെനുവിനിൽ കുറച്ച് ഹംബിളായിട്ട് ജെനുവിൻ ആവുക. അതായത് നമ്മൾ ഒരാളോട് എത്രത്തോളം സ്നേഹത്തോടൊരു കാര്യം കൺവേ ചെയ്യുന്നു അവർക്ക് അത് അത്രയും ഇഷ്ടപ്പെടും. അല്ലാതെ നമ്മൾ ഒരാളോട് ഓർഡർ ചെയ്യുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡർ ഇടുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കുറച്ചൊക്കെ അവർക്ക് ദേഷ്യം വിഷമം വരും. ഫുൾ അവർ ഗ്രാസ്പ് ചെയ്യണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ വിൻ ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവരോടും കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. സൂര്യ എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വേറൊരു പോയിന്റ് ആണ് ഞാൻ കണ്ടുപിടിച്ച 10 പോയിന്റ്സിൽ 10ാമത്തെ പോയിന്റ് ആണ്. ഇനി ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, പക്ഷെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകുന്നത് കാരണം ഞാൻ ഇത്രയും ഇപ്പൊ പറയുന്നു. അതിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ലേൺ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാം. നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കും ഞാനാണ് ഏറ്റവും വലിയ ആള്, എന്നിൽ നിന്ന് അവരൊക്കെ പഠിക്കട്ടെ, ഞാൻ വേറെ ആരെയും കോപ്പി ചെയ്യുന്നൊന്നും ഇല്ല എന്നൊക്കെ പറയും. ശരിയാണ്, നമ്മൾ ആരെയും കോപ്പി ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ ചില ഗുഡ് ക്വാളിറ്റീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ സൂര്യ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് പേര് അദ്ദേഹം ഗുരുസ്ഥാനത്ത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം തമിഴിലെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്, അതുപോലെ നേരത്തെ പറഞ്ഞ രഘുവരൻ എന്ന് പറയുന്ന നടൻ, ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെയും അതുപോലെ തന്നെ ജൂനിയർ ആയിട്ടുള്ളവരെയും ഒക്കെ അദ്ദേഹം വളരെ ഹംബിൾ ആയിട്ടാണ് അദ്ദേഹം അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരിൽ നിന്നൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട്, സ്വയം ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കും നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എനിക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ എന്നെക്കാളും മുതിർന്ന ഒരാളിൽ നിന്നേ അത് പഠിക്കാൻ പറ്റൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം എല്ലാവരും ഡിഫറെൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെക്കാളും കൂടുതൽ അറിവുകൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. അപ്പം അവരിൽ നിന്ന് നമുക്ക് പല ന്യൂ ആയിട്ടുള്ള ഇൻഫർമേഷനും കിട്ടിയെന്ന് വരാം. അപ്പം ലൈഫിനെ പറ്റിയോ നമ്മുടെ കരിയറിനെ പറ്റിയോ റിലേഷൻഷിപ്പിനെ പറ്റിയോ ജീവിതത്തെ പറ്റിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, മറ്റുള്ളവരിൽ നിന്നെല്ലാം പഠിക്കാൻ ഒരു അവസരം നമുക്കുണ്ട് എന്നൊരു ഓപ്പൺ മൈൻഡ് നമുക്കുണ്ടാവണം. മറ്റുള്ളവരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും, അവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ നോക്കൂ, ലൈഫിൽ ഫെയിലിയർ ആയി പോയിട്ടുള്ളവരെ നോക്കൂ. ലൈഫ് മൊത്തം ഫെയിൽഡ് ആണ് അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. സ്വയം പറയുന്നതും മറ്റുള്ളവർ വിധി എഴുതുന്നതുമായിട്ടുള്ളവരുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ് നമ്മൾ അങ്ങനെ വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ പോകണ്ട. പക്ഷേ ജഡ്ജ്മെന്റ് അല്ല, നമുക്ക് മനസ്സിലാവല്ലോ ഒരാളുടെ ലൈഫ് കാണുമ്പോൾ അയാൾ സക്സസ്ഫുൾ ആയോ, ഫെയിൽ ആണോ, അതോ ഓക്കെ ലെവലിലാണോ പോകുന്നത്. ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ പല മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ പല നെഗറ്റീവ്സും പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റും. അപ്പം മറ്റുള്ളവരെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കോപ്പി ചെയ്യല്ല, മറ്റുള്ളവരിൽ നിന്നും ഇൻസ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോയിൽ ഒരുപാട് പോയിന്റ്സോടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച 10 പോയിന്റ്സ് ആണ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പം നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മളുടെ പലരുടെയും ഫേവറേറ്റ് ആക്ടർ ആയിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള സൂര്യ, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിലുള്ള 10 ഗുഡ് ക്വാളിറ്റീസ് നമ്മളിപ്പോൾ മനസ്സിലാക്കി. നമുക്കതൊക്കെ ലൈഫിൽ കോപ്പി ചെയ്യുന്നല്ല പറയുന്നത്, നമുക്കതൊക്കെ നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.